ഹായ്. അപ്പോൾ ഇന്ന് മെയ് 1-ാം തീയതി. എല്ലാവർക്കും 1-ാം തീയതി എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ദിവസമാണ്, നല്ല ദിവസത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഇക്കും അതേപോലെ തന്നെയാണ്, നല്ലൊരു ദിവസമാണ് 1-ാം തീയതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ രാവിലെ നമ്മൾ വർക്കിന് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി ആവും. അപ്പോൾ ഞാനും എൻ്റെ വർക്കിന് ഇറങ്ങുകയാണ്. എൻ്റെ വർക്കാരനെ എന്താ വണ്ടി ഓടിക്കലിന് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം, കുഴപ്പമില്ലാത്ത രീതിയിൽ ഓട്ടം ഉണ്ടാവണേ അല്ലേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, ചെർപ്പളശ്ശേരി ടൗണിൽ എത്തിയിട്ടുണ്ട്. അവിടെ അങ്ങനെ ഓട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ 10-15 കിലോമീറ്റർ ഉള്ളിലായിട്ട് നമുക്ക് ഓട്ടം കിട്ടിയത്. അപ്പോൾ അത് കൊണ്ടാക്കി ഇങ്ങനെ വരികയാണ് നമ്മുടെ കുളക്കാട് സൈഡിൽ കൂടെ. അപ്പോൾ മാങ്ങോട് എത്താനായിട്ടുണ്ട്, ചെർപ്പളശ്ശേരിക്ക് എത്തണം. അങ്ങനെ ഇപ്പോൾ ഞാൻ ഏകദേശം കച്ചേരിക്കുന്ന് എത്താനായിട്ടുണ്ട് കേട്ടോ. 26 പറഞ്ഞ സ്ഥലത്താണ്. എന്താ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഇവിടുത്തെ വീഡിയോ. എപ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടാവും. ആഴ്ചയിൽ 1-2 വട്ടം ഇവിടെ എപ്പോഴും ആക്സിഡൻറ്റാണ്. എന്താ ചെയ്യുക, റോഡ് നന്നാക്കിയപ്പോഴും പ്രശ്നമാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ചെർപ്പളശ്ശേരി എത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അടുത്ത ഓട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇപ്പോൾ വേറെ ട്രിപ്പ് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. നമ്മൾ നാട്ടിൽ തന്നെ ഇറങ്ങും. എന്തായാലും 2-3 ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ പടം വിടും. കണ്ടില്ലേ വെയിൽ, വെയിലിച്ചാലും പോരാ എൻ്റെ പൊന്നോ. രാത്രിയാകുമ്പോൾ മഴയൊക്കെ പെയ്തു. പറഞ്ഞിട്ടെന്താ കാര്യം, ഇന്ന് ഡബിളായിട്ട് ചൂടാണ്. ഒരു പുഴുക്കം കണ്ടില്ലേ, എൻ്റെ കോലം കണ്ടില്ലേ. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോവാം. അങ്ങനെ ഇപ്പോൾ അടുത്ത ട്രിപ്പ് നമ്മുടെ ഫോണിക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഹായ്. അപ്പോൾ ഉച്ചയാണ് കേട്ടോ, ചോറ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് വീട്ടിലേക്ക്. ഇതാ സമയം 2 മണി ആവാറായിരുന്നു. അപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഓട്ടം കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുമ്പോൾ നമ്മളൊരു 3-3:30 ആയിട്ട് ഇറങ്ങുള്ളൂ. ഒരു 4 മണി കൂട്ടിക്കോളി. പിന്നെ അവിടെ നിന്ന് ഒരു 8 മണി വരെയൊക്കെ നമ്മൾ ഓടും. അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു പൈസ ആയിട്ടുണ്ടാവും. പിന്നെ ഓട്ടോറിക്ഷക്കാരുടെ അവസ്ഥ അറിയാമല്ലോ, ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ആയി കിട്ടാം, ഉച്ച വരെ ഓടിക്കാൻ എത്ര കിട്ടുന്നുള്ളതൊക്കെ. അതുപോലെ വൈകുന്നേരം വരെ നമ്മൾ ഓട്ടോ ഓട്ടിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുള്ളതൊക്കെ ഇന്ന് കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരിക്കും.